ടി വി പ്രസാദ് കൂടി നമുക്കൊപ്പമുണ്ട്. ടി വി പ്രസാദ്, നമ്മളോട് മുഖ്യമന്ത്രി പറഞ്ഞത് അതൃപ്തി അദാനി ഗ്രൂപ്പിനെ അറിയിച്ചിട്ടുണ്ട്. ആ അതൃപ്തി അറിയിച്ചതിന് ശേഷം അദാനി ഗ്രൂപ്പ് അത്തരത്തിലുള്ള അനുമതിക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ ഒരു അതൃപ്തി വി.ഡി. സതീശൻ സർക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ തുറമുഖ വകുപ്പിന്റെ ഓഫീസിൽ നിന്നോ അറിയിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ വിവരാവകാശ രേഖയിൽ പറയുന്നത്. മാത്രമല്ല, അങ്ങോട്ട് വിളിച്ച അണ്ടർ സെക്രട്ടറി ഇപ്പോൾ പൈസ അടയ്ക്കേണ്ടതില്ല എന്ന് വിവരാവകാശ അപേക്ഷകരോട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? വി.ഡി. സതീശന്റെ വാക്കുകൾ കടമെടുത്താൽ എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ടി വി പ്രസാദ്. അരുൺ, ദുരൂഹമായ ഒട്ടേറെ കാര്യങ്ങൾ അദാനിയുടെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സർക്കാരിൻ്റെ പ്രയർ അപ്രൂവൽ, മുൻകൂർ അനുമതി ഇല്ലാതെയാണ് ഈ നീക്കങ്ങളെല്ലാം നടത്തിയത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. അത് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ സമ്മതിച്ചിട്ടുമുള്ളതാണ്. ഇപ്പോഴും പറയുന്നു കൈമാറ്റം നടന്നില്ല, നീക്കം മാത്രമാണ് നടന്നത്. നീക്കം നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് സർക്കാർ അറിയേണ്ടതുണ്ട് എന്നൊക്കെയാണ് നിയമസഭയിൽ പറഞ്ഞത്. പക്ഷേ പിന്നീട് പറഞ്ഞതാണ് അരുൺ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വാർത്താസമ്മേളനം വിളിച്ച് വാർത്താസമ്മേളനത്തിലാണ് പറഞ്ഞത് അതൃപ്തി അറിയിച്ചു എന്നുള്ളത്. അതൃപ്തി എന്നുള്ളത് സാധാരണഗതിയിൽ മുഴുവൻ ഡോക്യുമെന്റായി അതാത് ഓഫീസുകളിൽ വേണ്ടതാണ്. ആ ഡോക്യുമെന്റ് ആണ് വിവരാവകാശ പ്രകാരം ആവശ്യപ്പെട്ടത്. അങ്ങനെ വിവരാവകാശ പ്രകാരം ആവശ്യപ്പെട്ടപ്പോഴാണ് അങ്ങനെ ഒരു അതൃപ്തിയുമായി ബന്ധപ്പെട്ട ഒരു രേഖയും ആ ഓഫീസിലില്ല എന്ന വിവരം പുറത്തേക്ക് വരുന്നത്. മറ്റൊരു കാര്യം കൂടി ഉണ്ട് അരുൺ, സാധാരണ നമ്മൾ ഒരുപാട് വിവരാവകാശം കൊടുക്കുന്നവരാണല്ലോ. വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ സാധാരണഗതിയിൽ നടക്കാറുള്ളത് കത്തിടപാടുകളാണ്. നിങ്ങളൊരു 3 ദിവസം വെയിറ്റ് ചെയ്യണം, ദയവ് ചെയ്ത് പ്ലീസ് പൈസ അടക്കല്ലേ എന്നൊന്നും ഒരു ഇൻഫോർമേഷൻ ഓഫീസറും പറയാറില്ല. അങ്ങനെ ഒരു ചട്ടവും വിവരാവകാശ നിയമപ്രകാരമില്ല. പക്ഷെ എന്ത് മറക്കാനാണ് തുറമുഖ വകുപ്പിലെ ആ ഇൻഫോർമേഷൻ ഓഫീസർ ആ അപേക്ഷകനെ ഇങ്ങനെ ഫോണിൽ വിളിച്ച് വെയിറ്റ് ചെയ്യാൻ പറയുന്നത്, പിന്നീട് അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ അരുൺ, അവിടെ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കാനുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അദാനി കമ്പനിയെ അതൃപ്തി അറിയിച്ചിരുന്നുവെങ്കിൽ ആ ഡോക്യുമെന്റ് എവിടെയാണ് എന്ന് വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാനത്തെ ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്, തുറമുഖ വകുപ്പിനുണ്ട്. പക്ഷേ അത് ചോദിക്കുമ്പോൾ വട്ടപൂജ്യമായി മറുപടി മാറുന്നു. അതുകൂടാതെ ഇൻഫോർമേഷൻ ഓഫീസറെ കൊണ്ട് അപേക്ഷകനെ വിളിപ്പിച്ച് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറയുന്ന നിലയിലേക്ക് മാറാനുള്ള കാരണം അതിൽ ഒരുപാട് ഒളിച്ചു കളികൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അരുൺ. ഓക്കെ, താങ്ക് യു ടി വി പ്രസാദ്. ഈ വാർത്ത പുറത്തുവിട്ട അഖിലുമാണ് തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്. കേരളത്തിൽ ഒന്നും അറിയേണ്ടു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ ഓഫീസിൽ നിന്ന്, തുറമുഖ വകുപ്പിൽ നിന്ന് അദാനി പോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ താങ്കൾ അതൃപ്തി അറിയിച്ചിരുന്നോ? അതൃപ്തി അറിയിച്ചിരുന്നുവെന്ന് താങ്കൾ പറയുന്നു. എന്നാൽ താങ്കളുടെ വകുപ്പിന് അങ്ങനെ അതൃപ്തി അറിയിച്ചത് ഒരു രേഖയും ഓഫീസിൽ കണ്ടെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അതൃപ്തി ഫോൺ ചെയ്ത് കാണും അറിയിക്കുകയായിരുന്നോ ചെയ്തത് എന്നത് നമുക്കറിയില്ല. ഫോൺ ചെയ്ത് അങ്ങനെ അതൃപ്തി അറിയിക്കുക സാധ്യവുമല്ല എന്നുള്ളതാണ്. കാരണം എല്ലാം രേഖാമൂലം തന്നെ വേണം എന്നുള്ളതാണ്. അപ്പോൾ അതൃപ്തി അറിയിച്ചു എന്ന ചോദ്യത്തിന് അറിയിച്ചു എന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ, എന്നാൽ അതൃപ്തി അറിയിച്ചതായി രേഖയില്ല എന്ന് വിവരാവകാശത്തിൽ പറയുന്നു.